സമാധിയായിട്ടുള്ള ഒരു അച്ഛൻ്റെയും ഒരു ക്ഷേത്രത്തിൻ്റെയും മകൻ്റെയും ഒക്കെ വലിയൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇതിൽ പല ആളുകളും എന്നോട് എന്താണ് ഇതിൽ അഭിപ്രായം പറയാനില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആളുകളും വരുന്നുണ്ട്. എന്തോ ഇതൊരു വലിയ അപരാധം പോലെയൊക്കെയാണ് പല ആളുകൾക്കും തോന്നുന്നത് സമാധിയാവുക എന്നൊക്കെ പറയുന്നത്. സമാധി എന്ന് പറയുന്ന ആ വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട്. ഒരു പക്ഷേ എനിക്ക് അതിനെ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ച് എത്രത്തോളം ഒരു ക്ലാരിറ്റി ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ അറിവ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കുറവുകൾ നമുക്കുണ്ട് എന്നല്ല, ഇത് കേൾക്കുന്നതും അല്ലെങ്കിൽ ഇതിനു വേണ്ടി സംസാരിക്കുന്നതും ഇതിനെ എന്താ പറയുക മോശമാക്കി പറയുന്നവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള അറിവുകളുടെ ഒരു കുറവുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി എനിക്ക് ഒരുപാടൊന്നും പറയാൻ പറ്റില്ല. കാരണം പല ആളുകൾക്കും അത് അന്ധവിശ്വാസമാവാം, ചില ആളുകൾക്ക് അത് വിശ്വാസമാകാം. അങ്ങനെ പല രീതിയിലാണ് അതിനെ കാണേണ്ടത്. അവിടെ അദ്ദേഹം സമാധിയായി എന്ന് പറയുന്നത് അത് എത്രത്തോളം അതിൽ സത്യമുണ്ടെന്നറിയില്ല. സമാധി എന്ന് പറയുന്ന വാക്കിന് വലിയ അർത്ഥമുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് ഒരാളെത്തുക എന്ന് പറയുന്നത് അത് പുണ്യജന്മങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹം അങ്ങനെ ഒരു പുണ്യജന്മമായിരുന്നോ, അല്ലെങ്കിൽ ഇത്രത്തോളം വലിയൊരു ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ആ വ്യക്തിയെക്കുറിച്ച് നമ്മളിതിനു മുമ്പ് കേട്ടുകളിവ് പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ സമാധിയാവുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എനിക്കും മറ്റുള്ളവരെ പോലെ തന്നെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി മനുഷ്യൻ്റെ കാര്യമാണ്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കരാറാണ്. അതിൽ എങ്ങനെയാണ് അദ്ദേഹം ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിച്ചതെന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമാധി ആവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ മക്കളെ കയ്യിൽ കുറച്ചൊക്കെ കയ്യിലിരിപ്പ് മോശമാണെന്ന് തോന്നിയിട്ടുണ്ട്. മക്കളുടെ ആ ഒരു സ്ത്രീയുടെ, അതായത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോൾ ഒരു നല്ല എന്താ പറയുക, ഒരു സ്വഭാവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇനി പല ആളുകളും പല രീതിയല്ല. ചില ആൾക്കാർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഗർവ് കാണിക്കും. ചില ആളുകൾ അഹങ്കാരികളായിട്ട് മാറിയിട്ടും ഗർവ് കാണിക്കും. ഇതിലേതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ കുടുംബമായിട്ട് നമുക്കൊരു ബന്ധമില്ലാന്നേ. പിന്നെ അവിടെ വന്നിട്ട് ഈ ഒച്ചവിളി ഉണ്ടാക്കുന്ന പല ആളുകൾക്കും എന്താണ് ഈ സമാധി ആകുക എന്നുള്ള അവസ്ഥയെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അവിടെ വരുന്ന പല ആളുകൾക്കും ഉദ്ദേശം പലതാണ്. അത് നമ്മൾ പറയണം. എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ മരണം ഒരു കൊലപാതകമാണ്, ഇതിൻ്റെ സത്യം തെളിയണം എന്ന് കരുതി വന്നവരൊന്നുമില്ല. കുറേ ആളുകൾ അവിടെ ആ ഒരു സമാധി മണ്ഡപം വരികയും അതിലൂടെ ആളുകൾ വരികയും അത് വലിയ രീതിയിൽ ചിലപ്പോൾ ഇവർക്ക് ബിസിനസ്സായിട്ട് മാറുകയും, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മുറ്റത്ത് കൂടെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഈ പറയുന്ന സ്ഥലത്തിലൂടെയൊക്കെ ആളുകൾ നിരന്തരം വരികയും അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയും എന്നൊക്കെയുള്ള തോന്നലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് അതിനൊരു ഇപ്പം തന്നെ അതങ്ങ് കൊട്ടിയടയ്ക്കാമെന്ന് വിചാരിക്കുക, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ചില ആൾക്കാർ ആ ക്ഷേത്രം തന്നെ അവിടുന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു രാത്രിയൊക്കെയാണ് പൂജ എന്നൊക്കെ. അപ്പോൾ പല ആളുകളും അറിയാലോ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ ചിന്തിക്കുക വേറെ രീതിയിലൊക്കെയാണ്. അപ്പോൾ പിന്നെ ഈ നാട്ടുകാർ ഭയങ്കര വേവലാതിപ്പെടുന്ന നാട്ടുകാരോട് പറയാനുള്ളത്, ഏകദേശം ഒരു 1.5 വർഷത്തോളം അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു. ഈ പറയുന്ന മക്കളും ഭാര്യയും ഇവരൊക്കെ അദ്ദേഹത്തെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. എത്രത്തോളം ഇദ്ദേഹത്തിനോട് ആത്മാർത്ഥമുള്ളവരാണെങ്കിൽ അത് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. അവരോട് പോയി ചോദിക്കണമായിരുന്നു ഈ ഇദ്ദേഹത്തോട്, നിങ്ങളെ ഭാര്യയും മക്കൾ ദ്രോഹിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് നല്ലൊരു സ്ഥലത്തോട്ട് ഞങ്ങൾ നിങ്ങളെ മാറ്റട്ടെ, ഗവൺമെൻറ് സിസ്റ്റം ഇപ്പോൾ അതിനൊക്കെ റെഡിയാണ് എന്നൊക്കെ പറയുന്ന തരത്തിൽ ആളുകൾ ഇടപെടലുകൾ ഉണ്ടാവുമല്ലോ. അവരാരും തന്നെ ആ വീട്ടിലോട്ട് കയറി ചെന്നിട്ടൊന്നുമില്ല. ഇവിടെ അങ്ങനെ അച്ഛനും മക്കളും തമ്മിൽ സംസാരിക്കുന്ന കേൾക്കാം, ദേഷ്യപ്പെടുന്ന കേൾക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നിനൊരു ആധികാരികതയൊന്നുമില്ല. സമാധി എന്ന് പറയുന്ന അവസ്ഥ വളരെ അത് അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. മനസ്സിലായില്ലേ? മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് പോവുക, ആ കൂട് ചേരുക എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അല്ലെങ്കിൽ വേറൊരു ലോകത്തോട്ട് ആത്മാവിനെ കൊണ്ടുപോവുക, അതൊക്കെ അത്രയും പരിശീലനം നേടിയ ആളുകൾക്കൊക്കെ സാധിക്കുന്ന കാര്യമാണ്. അല്ലാണ്ട് ഒരാളിങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ എന്താ സമാധിയാവാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്ന ദിവസം മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മരിച്ചു പോകണതല്ല അത്. സമാധിയാവുന്ന അവസ്ഥയിൽ ആളെ നിർത്തിയിട്ട് അയാളുടെ ആത്മാവ് കൂടുവിട്ട് പോവുക, അതാ പറഞ്ഞത്. അതേക്കുറിച്ച് പറയുമെങ്കിൽ പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവും, അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറയും. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ കയറി പോകുന്നില്ല. അതൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഭ്രാന്താന്ന് നിങ്ങൾ പറയും. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് അത്രത്തോളം ഉണ്ടാവുള്ളൂ. പിന്നെ അതിനുമാത്രം അറിവുകളൊന്നും എനിക്കില്ലതാനും, പറഞ്ഞ് മനസ്സിലാക്കി തരാൻ മാത്രം അറിവുകൾ ഈ വിഷയത്തിൽ എനിക്കില്ലതാനും. ഈ സമാധിയാവുക എന്ന് പറയുന്നത് ഒരാളുടെ മരണം സംഭവിക്കുക എന്നുള്ളതല്ല, പകരം ആത്മാവ് വിട്ടുപോവുക. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞ ഞാൻ എന്ന സമയത്ത് പോവും, ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം. പിന്നെ ആ ബോഡിയിലോട്ട് അവർ പ്രവേശിക്കില്ല. അതിന് അത്രത്തോളം
കഴിവുണ്ടാവണം, മെഡിറ്റേഷനിൽ അത്രത്തോളം പവർ ഉണ്ടാവണം. അങ്ങനെയുള്ള ആളുകൾക്ക് സാധിക്കും. ഇദ്ദേഹം ഒരു ഷുഗർ രോഗിയാണെന്നൊക്കെ പറയുന്നുണ്ട്, വയ്യാണ്ട് കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നും ഈ പറയുന്ന മെഡിറ്റേഷൻ ഫീൽഡിൽ എത്രത്തോളം കൈകടത്തുന്ന ആളുകളൊന്നും വരില്ല. അങ്ങനെ കിടപ്പ് രോഗിയുടെ അവസ്ഥയ്ക്കൊന്നും എത്തുമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് മുൻകൂട്ടി കാണാനും സാധിക്കും. ബട്ട് അതിനു മുമ്പ് അവർ ഈ പറയുന്ന പോലെ ആത്മാവിനെ അവർ വേറെ വഴിയിലോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ ആത്മാവ് വേറെ, ഈ ശരീരം ഇവിടെ ഇട്ട് ആത്മാവിനെ നമ്മൾ പറഞ്ഞയക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തായാലും എനിക്ക് ഭ്രാന്താന്നേ പറയുള്ളൂ. അതായത് ചില ആളുകൾക്ക് അങ്ങനെ തോന്നലുണ്ട്, ഞങ്ങളുടെ മതം മാത്രമാണ് ശ്രേഷ്ഠം, ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെയുള്ളൊരു പൊട്ട ചിന്തയുണ്ട് ഇവർക്ക്. ആ പൊട്ടച്ചിന്ത മാറ്റി വെച്ചിട്ട് എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു മഹത്വം കൊടുക്കുക. മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനത്തിന് വലിയ വാല്യൂ കൊടുക്കുക. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്ന ലെവൽ സാധനമൊന്നുമല്ല. അതൊക്കെ സാധാരണക്കാരന് ജീവിതത്തിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആവണം ആളുകൾ. അങ്ങനെയാണ് സാധിക്കും. അല്ലാത്തവർക്ക് അത് വെറും അന്ധവിശ്വാസമൊക്കെയാണ്. കൂട് വിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ? അതാണ് നമ്മുടെ ശരീരമാവുന്ന ചട്ടക്കൂടിൽ നിന്നും ആത്മാവിനെ പുറത്തോട്ട് കൊണ്ടുപോവുക. അതിനെവിടെ വേണമെങ്കിലും എന്താ പറയുക സഞ്ചരിക്കാം. 3 ദിവസം വരെയൊക്കെ ഇവർ കൂട് വിട്ട് പോകും. തിരിച്ചു വരാൻ പറ്റില്ലെങ്കിൽ ആ ശരീരം അങ്ങനെ സമാധി പോവുക എന്നുള്ളത്. പിന്നെ അതിലോട്ട് ജീവൻ ഉണ്ടാവില്ല. പിന്നെ അതിനെ കൊണ്ടുപോയി ആ ഇരുത്തത്തിൽ അവിടെ കൊണ്ട് ഇരുത്തുക, അതിനെ സുഗന്ധദ്രവ്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനടക്കം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സമാധിയാവുന്നതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഈ ആത്മാവ് തിരിച്ചു വരില്ല. ആത്മാവ് വേറെ ഒന്നില്ലെങ്കിൽ വേറെ തലത്തിലോട്ട് പോകും, അല്ലെങ്കിൽ പ്രത്യേക അങ്ങനെയൊക്കെ. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പറഞ്ഞു തരാനുള്ള ഒരുപാട് പറഞ്ഞു തരണം. പിന്നെ പറയുകയാണെങ്കിൽ അതൊക്കെ സമയമില്ല, നമുക്ക് അറിയില്ല. എനിക്ക് അറിവ് കേടുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ വിടും. പക്ഷെ ഇദ്ദേഹം സമാധി ആയതാണോ ഈ പറയുന്ന വീട്ടുകാർ കൊന്നതാണോ എന്നൊക്കെ എന്തായാലും കാലം തെളിയിക്കട്ടെ. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇത് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് വരുന്ന ആളുകളോട് പറയും, ഇതൊരു എന്താ പറയുക ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ നിയമങ്ങളുണ്ട്, കോടതികളുണ്ട്. അപ്പോൾ അവർക്ക് കോടതി പോകാനുള്ള സമയം കൊടുക്കും. അവരുടെ അച്ഛൻ സമാധി ആയതാണെന്ന് അവർ പറയുന്നു. അത് കോടതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ, അത് പൊളിക്കണോ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരണോ എന്നുണ്ട്. അതല്ല ഏറ്റവും നല്ലത്. നിങ്ങൾ ഒരു ശബ്ദം ഉയർത്തി, അതെല്ലാവരും കേട്ടു. ഇനി അത് കോടതിയിൽ പോട്ടെ. കോടതി പോയിക്കൊണ്ട് ആ കുടുംബക്കാർക്ക് നല്ല അവകാശമുണ്ട്. അവർ അത്രത്തോളം പറയുന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ കോടതിക്ക് വിട്ടുകൊടുക്കാം. കോടതി ചിലപ്പോൾ പറയായിരിക്കും പൊളിക്കണമെന്ന് പറയുകയാണെങ്കിൽ പൊളിക്കട്ടെ. കോടതിയാണല്ലോ അവിടെ അവസാന വാക്ക്. അതുവരെ നിങ്ങൾ ക്ഷമിക്കുക. തെറ്റോ ശരിയോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ചിലപ്പോൾ തല്ലി കൊന്നതായിരിക്കാം, ചിലപ്പോൾ സമാധി അവസ്ഥയിലേക്ക് വന്നതായിരിക്കാം. എന്തായാലും കാലം തെളിയിക്കട്ടെ. ശരി.